അല്ല, ആ സ്വർണം നിങ്ങൾ പിടിച്ചു വെച്ചതാണോ? അല്ല, അലമാറയിൽ വെച്ച് ഫസ്റ്റ് പറയണം. അങ്ങനെ അലമാറയിൽ വെച്ചിട്ട് ഇവള് പോയി പിറ്റേ ദിവസം വന്ന് എന്താണ് എന്റെ സ്വർണം കാണാനില്ല പറഞ്ഞു. ഇവള് പറയുന്നില്ല. ഇവളുടെ ചെറിയച്ഛനും ഇവളുടെ അച്ഛനും ചേർന്ന് പറഞ്ഞു. അലമാരയുടെ താക്കോല് എവിടെ ചോദിച്ചു. അപ്പൊ നാട്ടുകാരൊക്കെ കൂടിയിട്ട് ആരുടെ കയ്യിലാണ് സൂക്ഷിക്കാറുള്ളത്? അവളുടെ കയ്യില്. എന്റെ കയ്യിലല്ല. പൂട്ടിട്ടാണോ പോയത്? അവള് പൂട്ടിയിട്ടാണ് പോയത്. എന്നിട്ട് ഫസ്റ്റ് ചാവി എവിടെ ചോദിച്ചു. ചാവി എവിടെ ചോദിച്ചപ്പോ ചാവി ഇല്ല എന്ന് പറഞ്ഞു. കൂട്ടുന്യായങ്ങളൊക്കെ പറഞ്ഞു. അവർ നേരെ ഫസ്റ്റ് പോയി എന്നെ കള്ളാന്ന് വിളിച്ചപ്പോൾ എൻ്റെ അമ്മാനെ പേര് ഇയാളും പറഞ്ഞു. ഞാൻ തർക്കിച്ചു, ആകെ അവശനായി ഇതായി. അയാൾ വല്ലതിന് കിട്ടും. അപ്പം ഞാൻ പറഞ്ഞു, സത്യം ചെയ്യും, കുട്ടിൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യും. ഞാൻ അങ്ങനെ എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ 50,000 രൂപ അവർ തന്ന പൈസ അവരുടെ പേർക്ക് ബാങ്കിലിട്ട് കൊടുക്കുമായിരുന്നു മേഡം. അതും കൂടി ചെയ്തെന്ന് കള്ളല്ലേ. പിന്നെ അത് എങ്ങനെ തെളിഞ്ഞു? അത് തെളിഞ്ഞത് എല്ലാവരും കൂടി 7-ാം പക്കം അങ്ങനെ പോയി. 7-ാം പക്കം അവർ കാണാനില്ല പറഞ്ഞിട്ട് വന്നു. എവിടെ ചാവി? പോലീസ് പിടിപ്പിക്കും പറഞ്ഞു. എൻ്റെ ചെറിയച്ഛൻ പറഞ്ഞു, എന്ത് കൂട്ടോ കൂടുന്നു, അവൻ അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞു. ഇത് അങ്ങനെ വിളി വന്നു. പിന്നെ 7-ാം പക്കം ചാവി വന്നു. ഇതിൽ തുറക്ക്. നാട്ടുകാരെല്ലാവരും കൂടി ഒരു വേലയ്ക്കുള്ള ആൾ കൂടി അങ്ങനെ ചാവി തുറക്ക്. അവിടെ പോയി. അപ്പോൾ ആദ്യം പറഞ്ഞു ഇയാൾ ചാവി ഇല്ല, ചാവി കാരേക്കാട്ടിലാണ് പറഞ്ഞപ്പോൾ ഇയാൾ മുട്ടുന്യായങ്ങൾ പറഞ്ഞു. അങ്ങനെ തുറക്ക് പറഞ്ഞു. എല്ലാവരും ആൾക്കാർ ഉത്സവമായിരുന്നു. അടുത്തുള്ള വേലിൻ്റെ 7-ാം പക്കം 7-ാം പൂജ അടുത്ത് ഞങ്ങളുടെ അതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തൊരു വേലയുണ്ട്. പൊളിച്ചു തുറന്നു. അത് താക്കോൽ അവര് തന്നെ കൊണ്ടുവന്ന് തുറന്ന വഴിക്ക് ഈ സാധനം അവിടെ നിന്ന് കിട്ടി. ഇപ്പൊ എന്താ അടി കിട്ടിയില്ലേ പറഞ്ഞു. എന്നെ കള്ളനാക്കിയില്ലേ പോലീസ് സ്റ്റേഷൻ. ഞാനൊരു അടി കൊടുത്തു. അതുള്ള ഞാൻ അടിച്ചു. ഇത്രയും വേദിയിൽ എന്നെ കള്ളാന്ന് വിളിച്ച് ഇതാക്കി. അതേ സ്പോട്ടിൽ അത് തല്ലിയതിന് ഇവളുടെ അമ്മ എൻ്റെ മകനെ തല്ലിയില്ലേ പറഞ്ഞിട്ട് മരുമകൻ ഒരൊറ്റ എന്നെ അടിച്ചു. മകള് തെറ്റ് ചെയ്തതിന് മരുമകൻ ചെയ്യുന്നു. നിങ്ങൾ അടിച്ചോ? ഞാനും ഭാര്യനെ അടിച്ചു. സത്യം തെളിഞ്ഞപ്പോ. ഇപ്പൊ എന്തായി കിട്ടിയില്ലേ, എന്നെ കള്ളനാക്കിയില്ല എൻ്റെ വീട്ടുകാരന്. ഞങ്ങൾ എടുത്തിട്ടാണ് ഈ സ്വന്തമായിട്ട് ചാവി കൊണ്ടുവന്ന് അതിന് പകരമായിട്ട് അമ്മായിമ്മ നിങ്ങളെ തല്ലി. അമ്മായിയമ്മ എന്നെ തല്ലി. എന്റെ അമ്മായി എന്നെ തല്ലി. ആ സ്ത്രീക്ക് ഭാര്യക്ക് നിങ്ങൾ തല്ലിയോണ്ട് എന്തൊക്കെ വിഷമം ഉണ്ടാവും? എന്ത് വിഷമോ? അത് എന്നെ കള്ളനാക്കി നിങ്ങൾ തല്ലിയാണോ ചെയ്യാ? പിന്നെ അടിക്കാതെ നാട്ടുകാരുടെ മുന്നില്. അതിനുശേഷം ഞാൻ ആത്മാർത്ഥിക്ക് ശ്രമിച്ചു. ഇത് പോയിട്ട് അന്നൊരു അളിയന്മാരെ കൊണ്ടുവന്ന് ഇത് പോയിട്ടുണ്ടെങ്കിൽ പോയില്ലേ, അളിയന്മാര് പിടിച്ചിട്ട്. സുരേഷ് വളരെ സെൻസിറ്റീവ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കള്ളൻ എന്നുള്ള പേര്. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഐസുപെട്ടി വെട്ടി ചേർക്കണം. ജീവിതം അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നത് കൊണ്ട് എനിക്ക് കക്കാനും തോൽപ്പിക്കാനും അറിയില്ല, അധ്വാനിക്കാനും അറിയുള്ളൂ. പിന്നെ ഞാൻ ഒരു വിളിയിൽ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വീട് പോയോ? അവര് പോയി. അവര് എല്ലാവരും കിട്ടിയ വിജയകുമാരിയും പോയി, സ്വർണ്ണം കൊണ്ടുപോയി. പിന്നെ അതിനുശേഷം 2 വർഷത്തിൽ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധമുണ്ട്. ഇല്ല, ഒരു ബന്ധം അല്ല. അതിനുശേഷം 2 വർഷം കഴിഞ്ഞ് പിന്നീട് ഞാൻ വന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ട് വന്നു. എന്നിട്ട് വീട് പണി കഴിഞ്ഞിട്ട് അവളെ കൂട്ടിയിട്ട് വന്നു. ഈ 2 വർഷത്തിന്റെ ഓപ്പറേഷന്റെ സമയത്ത് ഞാൻ ഈ സംഭവത്തിന് ശേഷം 2 വർഷത്തേക്ക് നിങ്ങൾ തിരിച്ചുപോയി. വീട് പണി കഴിഞ്ഞ് എനിക്കിങ്ങനെ അസുഖത്തിന്റെ കാര്യം പറഞ്ഞില്ല. അഡ്മിറ്റ് ആയിട്ട് ഇവള് വന്നു. ഇവളുടെ ഏട്ടനൊക്കെ വന്നു കാണാൻ. അപ്പോൾ എൻ്റെ അമ്മ റൂമിലുണ്ടായിരുന്നു. ഇവര് സന്തോഷകരമായിട്ട് ഒന്ന് സംസാരിച്ചിരുന്നു. ഇരിക്കുകയാണെങ്കിൽ ഇരുന്നോട്ടെ, ഇവന്റെ മാനസിക പ്രശ്നം തീരുകയാണെങ്കിൽ തീരട്ടെ പറഞ്ഞിട്ട് എൻ്റെ അമ്മ കണ്ടറിഞ്ഞ് ഒഴിഞ്ഞു പോയി. ഇനി ഇവിടെ നിന്നോ പറഞ്ഞിട്ട് അവർക്ക് നിൽക്കാൻ താല്പര്യമില്ല. അവർ തമ്മിൽ സംസാരിച്ച് തീരുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നു. ഇവിടെ നിൽക്കാൻ ആരും ഇല്ലാണ്ടായിരിക്കുമ്പോൾ നിൽക്കുമല്ലോ, രാത്രി റൂമിലെടുത്ത് നിൽക്കുമല്ലോ പറഞ്ഞിട്ട് വന്നു. കുറേ നേരമൊക്കെ സംസാരിച്ച് എൻ്റെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കളകളൊക്കെ. പിന്നെയും പിറ്റേ ദിവസം നിൽക്കാൻ നിർബന്ധിച്ച എൻ്റെ അമ്മ പോയത് കാരണം കൊണ്ട് മാത്രം അവർ അവിടെ നിന്ന്. ആ സമയത്ത് നിങ്ങൾ രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിച്ചോ? കുറച്ച് സംസാരിച്ചു. പിന്നെ ചെറിയമ്മ പറയണം അവന് മാനസികമാണ്. അല്ല, സുരേഷ് ഭാര്യയോട് പറഞ്ഞില്ലേ എനിക്ക് വയ്യ, എന്നെ സഹായിക്കാൻ പറഞ്ഞു. അപ്പൊ അവര് എന്ത് പറഞ്ഞു? അവര് പറഞ്ഞു പുള്ളിയുടെ അച്ഛനും ആയിട്ട് വന്ന് അതിന് എന്ത് ചെയ്താലോ പോണ്ട, മാനസികമാണ്, എനിക്ക് അങ്ങനെ മാനസികമൊന്നും. അല്ല, ഭാര്യ നിങ്ങളോട് എന്ത് പറഞ്ഞു? ഭാര്യയായിട്ട് സംസാരിച്ചു. പിന്നെ ഞാൻ ഇനി പോണില്ല. എൻ്റെ അളിയന്മാർ പറഞ്ഞു ഇനി പോകണ്ട, ഈ രീതിയിൽ പോകണ്ട, എങ്ങനെ വിടാനാണ്, മരുഭൂമിയിൽ കഷ്ടപ്പാട്. പിന്നെ എനിക്ക് കുറച്ച് വീട് വെച്ചതിൻ്റെ കടങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ആരും സഹായത്തിന് ആളില്ല. സ്വന്തമായിട്ട് വീട് വെച്ച് കടങ്ങൾ. ചുരുക്കത്തിൽ ഇപ്പം നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ പ്രവൃത്തി മുഴുവൻ വീട് വെക്കലും അതിന് മണ്ണിടലൊക്കെയാണ്. ഭാര്യ എന്ന് പറയുന്ന നിങ്ങളുടെ മനസ്സിലേ ഇല്ല. മനസ്സിലുണ്ട്, ഇതെല്ലാം കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ
ഇവര് പറയുന്നത് നിങ്ങൾ അവരുടെ ഓപ്പറേഷന്റെ സമയത്ത് അവരെ കാണാനോ അതിന് വേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു? അതിനുശേഷം ഞാൻ പോയില്ല മാഡം, മസ്കറ്റിലേക്ക് തിരിച്ചു പോയി. അല്ല പോയിട്ട് എത്ര നാൾ കഴിഞ്ഞ് അവരുടെ ഓപ്പറേഷൻ ആയത്? 4-5 മാസത്തിനുള്ളിലായി. അതിന് നിങ്ങൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും അയച്ചു കൊടുത്തോ? ഇതിന് ശേഷം മുന്നേ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് അത് വേണ്ട. ഈ ഓപ്പറേഷൻ എന്തെങ്കിലും നിങ്ങൾ അയച്ചു കൊടുത്തോ? ഇല്ല, കൊടുത്തില്ല. എന്തുകൊണ്ട് പറഞ്ഞാൽ എന്നെ കള്ളനാക്കി ഇവര്. എന്നിട്ട് ഇതിന്റെ മുന്നില് പിന്നെ എന്തിനു പരാതി തന്നു? നിങ്ങളെ കള്ളനാക്കി, നിങ്ങൾക്ക് തേക്ക് മരം തന്നില്ല, നിങ്ങൾ അവിടെ ഇല്ലാത്തപ്പം വീടിന് തറയ്ക്ക് മണ്ണടിച്ചില്ല, നിങ്ങളെ കള്ളനാക്കി, നിങ്ങൾ അവരെ ഓപ്പറേഷനോ കാര്യങ്ങളോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എന്തിനു പരാതി തന്നു? നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹം. അങ്ങനെ ആഗ്രഹമുള്ള ഒരാൾ എന്തിനാണ് ഓപ്പറേഷൻ സമയത്ത് ഹാർട്ടിന് വയ്യാത്തൊരു സ്ത്രീ വെറുതെ ഒരു നെഞ്ചുവേദന എന്ന് പറഞ്ഞാലേ നമുക്ക് ഒരു അന്യ ആൾക്കാർ, നമ്മളോട് ബന്ധമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും നമുക്ക് അയ്യോ എന്ന് തോന്നും. ആ സമയത്ത് നിങ്ങൾ വളരെ കൂളായിട്ട് അവിടെ ജോലിയും ചെയ്ത് നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? ഞാൻ പോണില്ല പറഞ്ഞു. എന്റെ മാനസികാവസ്ഥ, ഞാൻ പോണില്ല, ഞാൻ ഇനി ഗൾഫിലേക്ക് വിടണില്ല, ഇവിടെ വന്നിട്ട് ഒരു റൂം തേച്ചിട്ട് ഇവിടെ ഇരിക്കട്ടെ പറഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വിളിക്കാൻ പോയി. ഈ അവസ്ഥയിൽ വിടണ ഈ പറഞ്ഞു വന്നപ്പോ ആ സ്ത്രീയുടെ ഭാഗത്ത് വലിയ തെറ്റുകളൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ സമീപനം, നിങ്ങളുടെ പെരുമാറ്റം, അതിനകത്ത് എന്തോ ഒരു വൈരുദ്ധ്യം ഉണ്ട്. അവര് വന്നു കഴിഞ്ഞാലേ നമുക്കത് അറിയാൻ പറ്റും. സുരേഷിനോട് സ്നേഹം ഉണ്ടല്ലെന്ന് പറയുന്നില്ല, പക്ഷെ അസുഖക്കാരിയായിട്ട ഒരു സ്ത്രീ എന്ത് വഴക്കിന്റെ പേരിലും പൊയ്ക്കോട്ടെ, ഈ 2 വർഷം അവർക്കൊരു ഓപ്പറേഷൻ നടന്നിരിക്കുന്നു. പക്ഷെ അത് ആ കാര്യങ്ങളെ കുറിച്ചൊന്നും നിങ്ങൾ അന്വേഷിക്കോ? നിങ്ങൾക്ക് അതിന്റെ പേരിൽ ഒരു ആകാംക്ഷയോ, അവള് ജീവിച്ചോ, രക്ഷപ്പെട്ടോ, ഇല്ലെങ്കിൽ ആ ഓപ്പറേഷൻ കൊണ്ട് അവൾക്ക് മരണപ്പെട്ടോ, ഒന്നും നിങ്ങൾ അന്വേഷിച്ചിട്ടില്ല. എന്നിട്ട് 2 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഭാര്യ മക്കളൊക്കെ വേണം. അല്ല, വീട് വെച്ച് ഇതിന് ശേഷം ഞാൻ വീട് വെക്കുന്ന കാര്യം ഒന്നും പറയണ്ട സുരേഷ്. ഇപ്പൊ അവരെ വിളിക്കാം, അവരെ വിളിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ. സാർ, പിന്നെ വിജയകുമാരിയെ വിളിക്കാം സാർ. പരാതിയെ പറ്റിയൊക്കെ അറിയാമല്ലോ വിജയകുമാരിക്ക്, ഇല്ലേ? അപ്പൊ അദ്ദേഹത്തിന് കുറെ കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞു, സംഭവിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് കുറച്ച് ശാരീരികമായിട്ട് കുറച്ച് അസുഖമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിൽ നിൽക്കാൻ വിജയകുമാരിക്ക് എന്ത് പറ്റി? മസ്കറ്റിൽ പോകുന്നവർ നല്ല സന്തോഷമായിട്ട് കഴിഞ്ഞു. അവരുടെ ഒരു പ്രസവമൊക്കെ അവരുടെ വീട്ടിലായിരുന്നു. അവരുടെ അമ്മയൊക്കെ 7 മാസം വരെ അവിടെ നിന്നിട്ടുണ്ട്. പ്രസവത്തിന് വരുന്നത് 7 മാസത്തെ പ്രസവത്തിന് വരുന്നവരെ അവിടെ ആയിരുന്നു. പ്രസവത്തിന് അമ്മയുടെ വീട്ടിലാണോ വന്നത്? ആ, എന്റെ വീട്ടിലാണ് ഇങ്ങോട്ട് വന്നത്. എന്റെ വീട്ടിലേക്കോട്ട് വന്നതാ പ്രസവത്തിന്. അല്ല, അവര് വിളിച്ചുകൊണ്ട് വന്നത്. അതുവരെ അവിടെ ആയിരുന്നു, ഭർത്താവിന്റെ വീട്ടിൽ തന്നെയായിരുന്നു. എന്നിട്ട് പ്രസവത്തിന് അയച്ചിട്ട് തിരിച്ച് നിങ്ങൾ അവരുടെ വീട്ടിലല്ലേ? കുട്ടിക്ക് അല്ല, എന്റെ വീട്ടുകാരാ നോക്കിയത്, എന്റെ അച്ഛനും അമ്മയെ നോക്കിയത്. ഇവരൊന്നും ഉണ്ടായിരുന്നില്ല. അതല്ല, ഇവര് ഗൾഫിലേക്ക് പോയി. അയച്ചു. ചടങ്ങുകളുണ്ടായിരുന്നില്ല. അത് അയച്ചതിന്റെ ശേഷം പ്രസവിച്ച് കഴിഞ്ഞിട്ടല്ലേ സാധാരണ നാട്ടിൽ നിന്ന് അവിടെ കൂട്ടിയിട്ട് വരിക. ഹോസ്പിറ്റലിലാണ് പ്രസവിച്ച് അവിടെ പോയി പ്രസവിച്ച് കഴിഞ്ഞ് കുഞ്ഞിനെ പിന്നെ 28 ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് 90-നെല്ലാം ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരിക. അത് ആ ചടങ്ങിന്റെ കാര്യം പറയുന്നു. സുരേഷ് പറഞ്ഞു സുരേഷിന്റെ അമ്മയും കൂടപ്പുറപ്പുകളും എല്ലാം കൂടെ നിന്നിട്ടാണ് പ്രസവം നടത്തിയത്. ആണോ? അത് നുണ പറയരുത്. പ്രസവത്തിന് 7 മാസത്തെ ഇവരുടെ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് പ്രസവത്തിന് അവർ വന്ന് വിളിച്ചിട്ട് പോയി. വിളിച്ചിട്ട് വന്നിട്ട് അവിടെ ഇവരാണ്, എന്റെ വീട്ടുകാരാണ് എന്നെ എല്ലാം നോക്കിയത്. പ്രസവിച്ച് ആശുപത്രിയിൽ നോക്കിയതൊക്കെ അവരാണ്. അമ്മ വന്നിട്ട്, അവിടുത്തെ അമ്മ വന്നിട്ട് 2 ദിവസം ആശുപത്രി വന്നിട്ടുണ്ട്. അപ്പൊ ഈ പ്രസവത്തിന്റെ സമയത്ത് ആരായിരുന്നു നിന്റെ ഒപ്പം ഉണ്ടായിരുന്നത്? പ്രസവ സമയത്ത് എന്റെ അമ്മയാണ് ഉണ്ടായിരുന്നത്. എന്റെ അമ്മയും എന്റെ അച്ഛനും എന്റെ വലിയമ്മയാണ് ഉണ്ടായിരുന്നത്. അമ്മ വന്നിട്ടുണ്ട്, 2 ദിവസം 2 ദിവസം വന്ന് നിന്നു. അമ്മ തന്നെയാണ് ഏട്ടനെ നോക്കിയിരുന്നത്. പകല് മുഴുവൻ അമ്മയോടെ വന്നിരുന്നിട്ട് വൈകുന്നേരത്തെ ഏട്ടനെ നോക്കാം. സത്യസന്ധമായിട്ടുള്ള വലിയമ്മയുണ്ട്, എന്റെ വലിയമ്മ ഉണ്ടായിരുന്നു. ഇവരുടെ വീട്ടിൽ നിന്ന് വരാതിരിക്കാൻ മാത്രം വഴക്കുകൾ, പ്രശ്നം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു. 7 മാസത്തെ പ്രസവത്തിന് വരുന്നവരെ ഉണ്ടായിരുന്നില്ല. അപ്പൊ 28-ഉം ഈ കാര്യങ്ങളിൽ ഞങ്ങളൊന്നും വന്നിട്ടില്ലേ? വന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സത്യസന്ധമായിട്ടുള്ള വാക്കുകൾ. സുരേഷ് അതല്ല സുരേഷ്, ഞാൻ ചോദിച്ചത്, നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഗൾഫിൽ പോയി കഴിഞ്ഞിട്ട് ചടങ്ങിന് വേണ്ടി അങ്ങോട്ട് അയച്ചു, പിന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ട് പ്രസവം നോക്കിയതും എല്ലാം നിങ്ങളാണ്. ഒരാങ്ങളെ ഉള്ളത് കൊണ്ട് അമ്മ അവിടെ നിന്നു, ഇടയ്ക്ക് 1-2 പ്രാവശ്യം വന്നതല്ലാതെ നിങ്ങളുടെ വീട്ടിലാണ് നടത്തിയത് നിങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ വീട്ടിലാണ് പ്രസവം നടന്നത് നിങ്ങൾ പറഞ്ഞു. ഹോസ്പിറ്റലിൽ പ്രസവിച്ച കാര്യമല്ല ഞാൻ ചോദിച്ചത്. മറ്റ് ശുശ്രൂഷകളെല്ലാം പ്രസവവും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ വീട്ടിൽ വെച്ചാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. 2 ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് 2 ദിവസം
അവിടുത്തെ അമ്മ വന്ന് ഇരുന്നിട്ടുണ്ട്. രണ്ട് ദിവസം നിന്നിട്ടുള്ളൂ, അതിൽ കൂടുതൽ നിന്നിട്ടില്ല. അതിനിടയിൽ കുട്ടിക്ക് ഒരു കയ്യിലേക്ക് ഒരു വയ്യാകി ഉണ്ടായിരുന്നു. വയ്യാകി പറഞ്ഞാൽ അവരിങ്ങനെ കൂടുതലിട്ട് പിടിച്ച സമയത്ത് കുട്ടിക്ക് ഒരു കൈ തിരിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് പെട്ടെന്ന് കുട്ടി കളർ മാറി എടുക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിന് അമ്മ നിന്നില്ല. പിന്നെ കുട്ടി ഐസിയിലേക്ക് കുട്ടിനെ മാറ്റി, ഐസിയിലേക്ക് മാറ്റി. അത് കണ്ടിട്ട് പിന്നെ അമ്മ പോയതാണ്. പിന്നെ അമ്മ 28 ചടങ്ങിനാണ് പിന്നെ അമ്മ വന്നിരിക്കുന്നത്. അതിന്റെ ഇടയിൽ അച്ഛൻ വന്ന് നോക്കിയിട്ട് പോയിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല. ഇവരുടെ നേരെ താഴെയുള്ള അനിയത്തിയും അളിയനും ഇവരുടെ അച്ഛനും അനിയനും വന്നിട്ടുണ്ട്. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് 10 ദിവസം ആശുപത്രിയിൽ ഇരുന്നു. പ്രസവിച്ച് 10 ദിവസം ആശുപത്രി കഴിയുന്നു. ഹാർട്ട് കംപ്ലൈന്റ് ഉള്ളത് കൊണ്ട് 2 ദിവസം നേരത്തെ അഡ്മിറ്റ് ചെയ്യണം പറഞ്ഞു. വെൽകെയർ ഹോസ്പിറ്റലിൽ ഹേമ വാര്യർ മാഡമാണ് നോക്കിയത്, പ്രസവം നോക്കിയത് ഹേമ വാര്യർ മാഡമാണ്. ഹാർട്ട് കംപ്ലൈന്റ് ഉള്ളത് കൊണ്ട് അവിടുന്ന് ജയകുമാരൻ സാറും ഉണ്ടായിരുന്നു. ആ ഡോക്ടറാണ് ഹാർട്ടിന്റെ മെയിൻ ആയിട്ട് നോക്കിയത് അവിടെ വെൽകെയർ ഹോസ്പിറ്റലിൽ. അത് പ്രസവം എല്ലാം കഴിഞ്ഞ് കുട്ടിക്ക് പ്രസവിച്ച് 2 ദിവസം ഇങ്ങനെ കഴിഞ്ഞതും പെട്ടെന്ന് കുട്ടി കളർ മാറി, ഒരു മഞ്ഞപ്പിത്തം പോലെ ഒരു കളർ മാറി. ആ കളർ മാറിയിട്ട് കുട്ടിനെ ഐസിയിലേക്ക് മാറ്റി. അത് കൊണ്ടുവന്നിട്ടാണ് ഇവരുടെ അമ്മ വന്നത്. അത് എന്താണ് ഏതാണ് എന്ന് പറഞ്ഞ് വിളിച്ചു ചോദിക്കാനോ ഒന്നിനും നിന്നിട്ടില്ല. അച്ഛൻ വന്നു, അതായത് എൻ്റെ മാമ, ഇവരുടെ അച്ഛൻ വന്നു. എൻ്റെ മാമൻ വന്നിട്ടുണ്ടായിരുന്നു, മാമൻ വന്നു, അനിയനും വന്നു. അമ്മ വിളിക്കാനോ അല്ലെങ്കിൽ എന്ത് ചോദിക്കാനോ ഒന്നും നിന്നില്ല. കുട്ടീനെ കൈ അനങ്ങാതില്ല. എന്തുകൊണ്ട് അമ്മയ്ക്ക് നിങ്ങളെ താല്പര്യം ഉണ്ടായിരുന്നില്ല? അമ്മയ്ക്ക് പൊതുവെ എന്നെ ഇഷ്ടമല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബന്ധുവാണ്, അസുഖം ഉള്ളത് കൊണ്ട് അമ്മയ്ക്ക് ഇഷ്ടമല്ല. പൊതുവെ എപ്പോഴും പറയും അമ്മ എപ്പോഴും പറയും സൂക്കടുകാരനെ കല്യാണം കഴിച്ചു, എൻ്റെ മകൻ്റെ ജീവിതം തൊലഞ്ഞു, എൻ്റെ മകൻ്റെ ജീവിതം തൊലഞ്ഞു, അത്ര നല്ല പെൺകുട്ടികൾ കിടക്കണത്, നീ എന്തിനാ സൂക്കടുകാരനെ കെട്ടിയെന്ന് പറഞ്ഞിട്ട് അമ്മ എപ്പോഴും പറയും. ഇപ്പൊ ഒരു ദിവസം ഇല്ലാതെ എന്നെ കുത്തി നോവിച്ചിട്ടേ ഉള്ളൂ. ദിവസവും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ മെയ് 1-ാം തീയതി എന്നെ വിളിച്ചിട്ട് പോയിട്ട് അന്നത്തെ ദിവസം തന്നെ ഞാൻ 2 നൈറ്റി അടിക്കുമ്പോൾ ഞാൻ തയ്യൽ പഠിച്ചിട്ടുണ്ട്. 2 നൈറ്റി അടിക്കാൻ വേണ്ടി തറവാട്ടിലേക്ക് കയറി. ഇവര് വേറെ വീട് കയറ്റിയിട്ടുണ്ട്, അതിലാണ് ഞങ്ങൾ ഇരുന്നത്. പക്ഷെ ആ 2 നൈറ്റി അടിക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛൻ വാങ്ങി തന്നാണ്. 2 നൈറ്റി അടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അവിടേക്ക് പോയതാണ്. അപ്പോൾ അവരവരുടെ വീടോടുകൂടി ഒതുങ്ങിക്കോ, ഇനി ഈ വീട്ടിലേക്ക് വരണ്ടാന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒരു കാര്യത്തിനും പോകില്ല. പിന്നെ ഇവരായിട്ട് ഓരോരോ സാധനങ്ങൾ കൊണ്ട് കൊടുക്കുക എടുക്കുക എന്ത് പണിയും ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഞാനായിട്ട് പിന്നെ ഒന്നിനും ഞാൻ പോയിട്ടില്ല. എല്ലാ വാക്കും പറഞ്ഞിട്ടുണ്ട്, എല്ലാം സഹിച്ചിട്ടുമുണ്ട്. ഞാൻ എൻ്റെ മൂക്ക് വരെ തല്ലിപ്പൊളിച്ചത്. ഈ കഴിഞ്ഞ ഏപ്രിൽ 20-ാം തീയതി ഞാൻ ലാസ്റ്റ് വന്നത് ഇവര് തല്ലിയിട്ട് മൂക്ക് പൊട്ടിച്ചിട്ട് വന്നതാ. അത് ഞാൻ എൻ്റെ ഫോണിൽ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. ആദ്യം കൊണ്ട് കാണിച്ചത് ട്രെയിനിറ്റിയിലായിരുന്നു. കണ്ണ് കൊണ്ട് കാണിക്കാൻ വേണ്ടി കണ്ണിൽ അങ്ങനെ കണ്ണ് മൊത്തം ചുവപ്പ് കളറായിരുന്നു. ഈ കണ്ണിൻ്റെ ഇവിടെ മൊത്തം ചുവപ്പ് കളറായിരുന്നു, ഇവിടെ അങ്ങനെ നീല കളറായിരുന്നു. അതുകൊണ്ട് കാണിക്കാൻ വേണ്ടി പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ നോക്കാൻ പറ്റില്ല, കേസാവും, ഇത് കൊണ്ട് കാണിച്ചാൽ എന്തായാലും കേസാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ഭർത്താവിൻ്റെ പേർക്ക് എനിക്ക് കേസ് കൊടുക്കാൻ താല്പര്യമില്ല, വേണ്ട, അങ്ങനെ പിരിയുകയാണെങ്കിൽ പിരിഞ്ഞോട്ടെ, ഞാനായിട്ട് കേസ് കൊടുക്കാൻ പോകുന്നില്ല, എൻ്റെ മാമൻ്റെ മകനാണ്, ഇനിയിപ്പോൾ ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നിച്ച് പോകും, അതിന് താല്പര്യമില്ല എനിക്ക്, ഞാൻ കേസ് കൊടുക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് നോക്കണം പരാതിയില്ല എന്ന് പറഞ്ഞപ്പോൾ മോളെ പറ്റില്ല എന്ന് പറഞ്ഞു. പാലക്കാട് ട്രിനിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് മലബാർ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. അവിടെ ഞാൻ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ജില്ലാ ഹോസ്പിറ്റലിൽ പോയി, അവിടെയും പറഞ്ഞു അവർ കേസ് കൊടുക്കാതെ പറ്റില്ല, അത് കേസാവും, എന്തായാലും നിങ്ങൾ ചികിത്സിക്കണമെങ്കിൽ കേസാവാതെ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ വെൽകെയർ ഹോസ്പിറ്റലിൽ പോയിട്ട് അനൂപ് സാറ് കാർഡിയോളജിസ്റ്റ്, ഇപ്പോഴത്തെ അവിടെ കാർഡിയോളജിസ്റ്റ് അനൂപ് സാറാണ്, ആ സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ച് എന്നിട്ട് പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് കാര്യം പറഞ്ഞപ്പോൾ സാർ എന്നിട്ട് സ്റ്റിച്ച് ഇട്ട് തന്നു. ഇവിടെ ഉള്ളിൽ എല്ല് പൊട്ടിയിട്ടുണ്ട് പറഞ്ഞു, മൂക്കിൽ എല്ല് പൊട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ എല്ല് പൊട്ടിയത് ആ സാറ് തന്നെയാണ് അത് ശരിയാക്കി. എല്ല് പൊട്ടിയ ഒന്നും ചെയ്യാൻ പറ്റില്ല, എക്സ്റേ എടുക്കുക അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എക്സ്റേ എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലാണ്ട് മൂക്കായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് മരുന്നും തന്ന് ഞാൻ ആ മരുന്നും കഴിച്ച് എന്നിട്ട് ഞാൻ ഇത്ര ദിവസം ഇരുന്നത്, കുറേ ദിവസം ഇരുന്നു. പിന്നെ ആ തനി ഓട്ടോമാറ്റിക്കായിട്ട് അത് ശരിയായി. മൂക്ക് ബാൻഡേജ് ഇടാൻ ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയായി. മദ്യപിച്ചിട്ട് വന്ന് ഉപദ്രവിക്കും, തൊള്ളി തോന്നിയത് പറയും. ഒന്ന് പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർ മനസ്സിലാവുകയില്ല. നാട്ടുകാരന് വീട്ടുകാരന് കൈ കിട്ടിയവരിനൊക്കെ തല്ലി, ഇവരുടെ അമ്മനെ വരെ അമ്മനെയും അച്ഛനെയും ഒക്കെ തല്ലി, ഇവരും തല്ലിയിട്ടുണ്ട്, ഇവരുടെ അച്ഛനും അനിയനും തല്ലിയിട്ടുണ്ട്. ഇവരുടെ അനിയനും പൊതിരെ പിടിച്ച് തല്ലിയിട്ടുണ്ട്. ഇവര് തല്ലിയിട്ടില്ല എന്ന് വെറുതെ പറയാ. അവരുടെ അച്ഛനെയും അമ്മയും ഇവര് പതിവാണ്. പൈസന്റെ ചെലവ് വന്ന ഇവരുടെ വീട്ടിലെ വഴക്ക് ഉറപ്പാണ്. എപ്പോഴും സൂക്കേടുകാരനെ കല്യാണം കഴിച്ചു, എന്റെ മകന്റെ ജീവിതം തൊലച്ചു, എന്റെ മകന്റെ ജീവിതം. ഇവരപ്പോഴേക്ക് തുടങ്ങും പണ്ടാരക്കെട്ട് കെട്ടി അല്ലെങ്കിൽ പെരുങ്കെട്ട് കെട്ടി എന്ന് പറഞ്ഞിട്ട് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമായിട്ടല്ലേ എന്നെ കല്യാണം കഴിച്ചത്, ഇങ്ങനെ ഇത് പറയാൻ വേണ്ടിയിട്ട് ഈ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാ കല്യാണം കഴിച്ചത് എന്ന് വേണ്ടിയിട്ട് ഞാൻ ഇവരോട് ചോദിച്ചിട്ടുണ്ട് പല പ്രാവശ്യം. ഒരു പ്രാവശ്യമൊന്നുമില്ല, ഉറക്കത്തിലും പറയും. രാത്രി ഉറങ്ങാൻ പോലും ഇങ്ങനെ സമ്മതിച്ചില്ല. ഞാൻ ബെഡ് നടക്കാൻ ഞാൻ പോയി മാറി വന്ന് കിടന്നിട്ടുണ്ട്.
പിന്നെ നിന്റെ ചേച്ചിനെ കൊന്ന പോലെ നിന്നെ കൊന്നാലും ആരും ചോദിക്കൂല, ഒന്നും പറയുമൊന്നുമില്ല എന്നൊക്കെയാണ് ഇവര് പറയണത്. നിന്നെ എന്ത് ചെയ്താലും നിന്റെ വീട്ടുകാർ, എന്റെ അച്ഛനും അമ്മയും ആകെ വേദന നിന്നിരിക്കുന്നവരാണ്. ഇനി അവർക്ക് ഒരു വേദന കൊടുക്കാൻ വയ്യ. എന്താണ് ഇപ്പൊ ഈ ഓപ്പറേഷന്റെ ചെലവിന് ഇവരൊന്നും 10 പൈസ തന്നിട്ടില്ല. ഇവരാരും ഇവരുടെ അടുത്ത് വിളിച്ചു പറഞ്ഞപ്പോ ഇവര് പറഞ്ഞു മകൾക്ക് കുഴിവെട്ടിട്ട് പോയി ഓപ്പറേഷൻ. എന്റെ അച്ഛനോടാണ് പറഞ്ഞത്. ഇതൊരു പച്ച കള്ളമാണ് മാഡം പണി. എനിക്ക് തോന്നാൻ പറഞ്ഞിട്ട് ഒന്നും കിട്ടാനില്ല. അത് റെക്കോർഡ് ചെയ്ത് വെച്ചതായിരുന്നു ഞാൻ, അത് പോയി എന്റെ കയ്യിൽ നിന്ന്. ആ റെക്കോർഡ് ചെയ്ത് വെച്ചതാണ്. ഇവര് പറഞ്ഞ പല കാര്യങ്ങളും റെക്കോർഡ് ഇവര് ഒന്നായി ഇരിക്കുന്ന ശേഷം ഞാൻ കുറെ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. വേണ്ട ഇനിയിപ്പോ അതിന്റെ ചൊല്ലി ഇനി ഒരു തർക്കം വേണ്ടെന്ന് പറഞ്ഞു കുറെ ഞാൻ റെക്കോർഡ് ചെയ്ത് മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. എന്റെ അച്ഛനോടാ പറഞ്ഞത് മകൾക്ക് കുഴി വെട്ടിയിട്ട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്തിനാ റെക്കോർഡ് ചെയ്യണേ? നിങ്ങൾ എന്തിനാ റെക്കോർഡ് ചെയ്യണേ? അത് ഓട്ടോമാറ്റിക് റെക്കോർഡാണ് സാറേ. ഞങ്ങൾ വേണം പറഞ്ഞ് റെക്കോർഡ് ചെയ്യല. അതില് ഓട്ടോമാറ്റിക് ആയിട്ട് അത് റെക്കോർഡ് അവര് തൊട്ടാലും തൊട്ടില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് റെക്കോർഡ് ആവും. ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എല്ലാം ഓക്കെ ആയി? എല്ലാം ഒരു ഓപ്പറേഷന്റെ ഒരു കുഴപ്പമില്ല. അപ്പൊ ഹെൽത്ത് മൊത്തം ശരിയാണ്, ഒരു കുഴപ്പമില്ല. ഓപ്പറേഷൻ തന്നെ ബൈപ്പാസ് ആണോ? ഓപ്പൺ സർജറി. വാൽവ് മാറ്റി വെച്ചതാണ്. ഡബിൾ വാൽവ് മാറ്റി വെച്ചതാണ്. ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ടാവും. ബ്ലോക്ക് ഉണ്ടായിട്ട്. എത്ര പഠിച്ചിട്ടുണ്ട്? ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. 10ാം ക്ലാസ് തോറ്റതാണ്. തയ്യല് പുറത്തൊക്കെ തച്ചു കൊടുക്കുന്നു? കൊടുത്തതായിരുന്നു. ഇപ്പൊ കുറച്ചായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷവും ഇല്ല. മോളിപ്പം നല്ല ആരോഗ്യമായി ഇപ്പൊ കുഴപ്പമില്ല. മോൾക്ക് 10 വയസ്സാവണം. അവിടെയാണ് സ്കൂളിൽ ചേർത്തത്? അവിടെ നിർമ്മല മാതയിലാണ് ചേർത്തിരിക്കുന്നത്. ഇതിപ്പോ ഒരിക്കലും ഈ ഇദ്ദേഹത്തിന്റെ ഉപദ്രവമാണ് പ്രധാന കാര്യം. പിന്നെ പറഞ്ഞ ഇങ്ങനെ എപ്പോഴും എന്റെ ഭാര്യയാണ് എന്റെ കുട്ടിയാണ് എന്നുള്ള ചിന്തയില്ല അവർക്ക്. അവരുടെ അമ്മയോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരോ അല്ലെങ്കിൽ പെങ്ങന്മാരോ നാട്ടുകാർ എന്ത് പറഞ്ഞാലും അതാണ് വേദവാക്യം. അവരെന്ത് പറയണോ അത് ശരി. അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നുള്ളതില്ല. അത് കേട്ടത് പാതി കേൾക്കാത്ത പാതി വന്ന് എന്റെ നേർക്ക് വന്ന് തല്ലാനും ചീത്ത പറയാനും നിൽക്കും. അതിലെന്തെങ്കിലും ശരിയുണ്ടോ അല്ലെങ്കിൽ എന്റെ ഭാര്യയാണ് എന്റെ കുട്ടിയാണ് എന്നുള്ള ചിന്ത ഇന്നും ഇവർക്കില്ല. അവരുടെ ബന്ധുവിന്റെ എന്തോ ചാമ്പയ്ക്ക എടുത്ത് കഴിച്ചതിന്? ബന്ധുവിന്റെ ചാമ്പങ്ങ അല്ല, എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ ചാമ്പങ്ങയാണ്. ചാമ്പങ്ങ പറഞ്ഞ കുഞ്ഞു കുട്ടിയല്ല മാഡം, കുട്ടികൾക്ക് അറിയില്ലല്ലോ. കുട്ടികൾക്ക് പറഞ്ഞ എന്റെ നേരെ മൂത്താങ്ങള മരിച്ചു എന്ന് പറഞ്ഞില്ലേ. 1 വർഷമായിട്ടുള്ളൂ മരിച്ചിട്ട്. ഇതിപ്പോ ഈ ചാമ്പങ്ങ പ്രശ്നം ഇത്ര വലിയ ഇതാക്കേണ്ട ആവശ്യമില്ല. ഇവർക്ക് ചിലപ്പോ ഒരു ക്ഷമയുണ്ടെങ്കിൽ മതി. ഇവര് രണ്ടുപേരും കൂടിയിട്ട് കുട്ടി അവിടെ ഇരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവര് പണിമാറി വന്നിട്ട് കുട്ടിക്ക് ഫ്രിഡ്ജിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെജിറ്റബിൾസ് ഇതിലാണ് 2 ലിറ്ററിന്റെ വലിയ ബോട്ടിലാണ് വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ കണ്ടിട്ടില്ല. അതാണ് പ്രശ്നം. കാണാതിരുന്നത് കൊണ്ട് അവര് വെള്ളം വെച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവര് ദേഷ്യപ്പെട്ടു. ഫ്രിഡ്ജിൽ നോക്കിയപ്പോ ചാമ്പങ്ങയും കുട്ടി ഇവരടുത്ത് തിന്നു. ഇങ്ങനെ എന്റെ മരിച്ചുപോയ ആങ്ങളെ നിന്റെ മാമൻ പൂത്തെടുത്ത് ചാവും, അപ്പാപ്പനും അമ്മമ്മയും എന്താ പറയാ ചത്തുപോകും, അവര് ഇനി നിനക്ക് ആരും ഉണ്ടായില്ല, നിന്റെ മാമൻ പൂത്തെരിച്ച് ചത്തില്ലേ, അങ്ങനെ വേണം ഇങ്ങനെ വേണം, മാമനെ വലിച്ച് ചത്തില്ലേ, മാമൻ വലിച്ച് ചത്തില്ലേ എന്ന് പറഞ്ഞപ്പോ കുട്ടിക്ക് അത് സഹിച്ചില്ല. കുട്ടി പറഞ്ഞു എന്തിനാ അച്ഛൻ അങ്ങനെ പറയണത്, അച്ഛൻ അങ്ങനെ പറയണ്ട, എന്റെ മാമനെ എന്റെ കുട്ടിക്ക് പറഞ്ഞ മാമനെ പറഞ്ഞ ഭയങ്കര ഇഷ്ടമാണ്. ഞാനില്ലെങ്കിൽ പോലും എൻ്റെ മകള് എൻ്റെ ഏട്ടൻ്റെ അടുത്തിരിക്കണതാണ്, എൻ്റെ ആങ്ങളൻ്റെ അടുത്തിരിക്കണതാണ്. ഞാൻ എവിടേക്കെങ്കിലും ഹോസ്പിറ്റലിൽ എവിടേക്കും പോയി എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആവും വരുന്ന സമയത്ത്, വെൽകെയർ ഹോസ്പിറ്റലൊക്കെ പോയാൽ വൈകുന്നേരം ആവും വരുന്നു. ആ വൈകുന്നേരത്ത് വരുന്ന സമയത്ത് അത് വരെയും എൻ്റെ ആങ്ങളുടെ മടി, അവന് കൈ ശേഷിയില്ല, കൈ 2 വിരലിൽ ബലമുള്ളൂ. ഈ 2 വിരലിൽ ബലം കൊണ്ടാണ് അവൻ ഓരോരോ കാര്യങ്ങൾ ചെയ്യണത്. ഫോൺ വിളിക്കും, പറയുക, എടുക്കും ഒക്കെ ചെയ്യണത്. എല്ലാ കാര്യവും ചെയ്തിട്ട് അവൻ ഈ കുട്ടീനെ ഇങ്ങനെ, ഞങ്ങൾ വരുമ്പോഴേക്കും കുട്ടീനെ ഇങ്ങനെ പിടിച്ചിട്ടാണ് അവൻ്റെ മേലെ കിടന്നിട്ടാണ് കുട്ടി കിടന്നുറങ്ങുക. അപ്പോൾ കുട്ടിക്ക് പറഞ്ഞ അവനെ അവനെ ആരെന്ത് പറഞ്ഞാലും കുട്ടിക്ക് ഇഷ്ടപ്പെടില്ല. അച്ഛാ പറയണ്ട, ഇവർ പറഞ്ഞു അങ്ങനെ എങ്ങനെയാന്ന് തെറിയണമെന്നൊന്നും പറയണതില്ല. അച്ഛൻ എന്തിനാ അങ്ങനെ തെറി പറയണത്, തെറി പറയണ്ട, മാമൻ ചത്തുപോയില്ലേ, പോയ മാമൻ ഇനി തിരിച്ചു കിട്ടില്ല, അച്ഛൻ അങ്ങനെ പറയണ്ട എന്ന് പറഞ്ഞു. കേട്ടില്ല, അവർ ഒരേ പറയലോ പലതും. ഞാനും പറഞ്ഞു എന്തിനാ കുട്ടിനെ അങ്ങനെ പറയണേ എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ അപ്പാപ്പനെയും അമ്മമ്മനെയും മാമനെയൊക്കെ കുറ്റം പറഞ്ഞിട്ട് അച്ഛൻ എന്തിനാ അവരിനെ ചാമ്പങ്ങ തിന്നണ ചോദിച്ചു. അവരിനെ കുറ്റവും പറഞ്ഞിട്ട് അച്ഛൻ എന്തിനാ അവരിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന സാധനം തിന്നണത്, അച്ഛൻ തിന്നാണ്ടിരുന്നൂടെ എന്നും പറഞ്ഞു. അങ്ങനെ കുട്ടിനെ വേണ്ടാത്ത പറഞ്ഞ് കുട്ടിനെ തല്ലി. ആ കുട്ടിനെ തല്ലിയപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനെങ്ങനെ കുട്ടിനെ നിങ്ങൾക്ക് തല്ലണമെന്നുണ്ടെങ്കിൽ തല്ലിക്കോളും, പക്ഷെ ഒരുപാട് പൊട്ടിച്ചിട്ട് കാലിലോ അല്ലെങ്കിൽ കൈക്കോ തല്ലി. ആ കുട്ടിക്ക് ഞാൻ ഒരുപാട് ചീരഴിഞ്ഞാണ്. ഇത്രയും ഞാൻ ചീരഴിയണമെന്നില്ല, എനിക്കിനെ വയ്യ, എൻ്റെ അച്ഛൻ്റെ അടുത്ത് അതിനുള്ള ഇതുമില്ല.